ഹായ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹൈപ്പർബോളിക് കോസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഹൈപ്പർബോളിക് സൈനിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് എച്ച് ഓഫ് എ ടി. ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ കോസ് എച്ച് എക്സിന്റെ ഇക്വേഷൻ അറിയണം. കോസ് എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്കിത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് എച്ച് ഓഫ് എ ടിക്ക് പകരം എന്ത് ചെയ്താൽ പറ്റും? കോസ് എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ കോസ് എച്ച് ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എ ടി കൊടുത്താൽ മതി. ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഇവിടെയുള്ള കോൺസ്റ്റന്റ് ആയ 1/2 നമുക്ക് പുറത്തു വെക്കാൻ പറ്റും. അപ്പോൾ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു വീണ്ടും ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിൽ ഒരു എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി വരികയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ജി ഓഫ് ടി എഴുതാൻ പറ്റും. Therefore ഇവിടെ L of e raised to at plus L of e raised to minus at that's equal to 1/2 into L of e raised to at നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ, അതായത് e raised to at ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1/s minus a ആയിരിക്കും. അപ്പോൾ e raised to at ന്റേത് 1/s minus a പ്ലസ് എഴുതി. e raised to minus at ന്റേത് അതും ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, e raised to at ഫോമിലാണ്. പക്ഷെ ആകെയുള്ള ഒരു വ്യത്യാസം എക്ക് പകരം മൈനസ് എ ആണ്. അപ്പോൾ 1/s മൈനസ് ഇവിടെയുള്ള എക്ക് പകരം മൈനസ് എ കൊടുക്കാം. അപ്പോൾ മൈനസ് എ കൊടുക്കുമ്പോൾ പ്ലസ് എ ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ഒരു ബ്രാക്കറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു എസ് പ്ലസ് എ പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് എ ബൈ എസ് പ്ലസ് എ ഇൻറ്റു എസ് മൈനസ് എ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എസ് പ്ലസ് എ ഇൻറ്റു എസ് മൈനസ് എ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും. എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ ന്യൂമറേറ്ററിൽ എയും മൈനസ് എയും ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് എസ് പ്ലസ് എസ്, അതായത് 2s ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള 2നെ കട്ട് ചെയ്യാം. 2 ക്യാൻസൽ ദാറ്റ്സ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് ആൻസർ. അപ്പോൾ കോസ് എച്ച് ഓഫ് എ ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും. ഇത് വെച്ചുള്ള എക്സാമ്പിൾസ് നമുക്കിപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് എച്ച് ഓഫ് 2t കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എക്ക് പകരം 2 ആണ്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ പ്രകാരം എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളത് ഇവിടെ എ 2 ആയതുകൊണ്ട് 2 സ്ക്വയർ ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 4. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് എച്ച് ഓഫ് 2t ന്റേത്. വേറൊരു എക്സാമ്പിൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് എച്ച് ഓഫ് 3t ചോദിക്കുകയാണെങ്കിൽ ഈ കേസിൽ എക്ക് പകരം 3 ആണുള്ളത്. അപ്പം എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളത് ഈ കേസിൽ എ 3 ആയതുകൊണ്ട് 3 സ്ക്വയർ ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 9. അപ്പൊ ഇങ്ങനെയാണ് ഹൈപ്പർബോളിക് കോസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.